നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കാണുകയും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷത്തിൽ കാണുന്ന നിധി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുധീഷിന് ഭയങ്കര വിഷമമായി. ഇനി ഒരു പക്ഷേങ്കിൽ തനിക്ക് അവളെ കാണാൻ പറ്റുമോ, തൻ്റെ കൂടെ അവൾ ജീവിക്കാൻ വരുമോ എന്നൊരു ചിന്തയൊക്കെ നിധിയെക്കുറിച്ച് സുധീഷിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കുമാണ് സുഭാഷ് വിളിക്കുന്ന സുധീഷിന്റെ ഫോണിലേക്ക്. പണി സൈറ്റിൽ നിന്ന് വിളിച്ചിട്ട് സുഭാഷ് ചോദിച്ചു, എടാ നിനക്ക് സുഖമാണോ? അതെന്ത് ചോദ്യം ഏട്ടാ ചോദിക്കുന്നത്? ഞാൻ രാവിലെ വീട്ടിൽ നിന്നല്ലേ പോന്നേ. അങ്ങനെയല്ലടാ, അവിടെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ അതോർത്തിട്ട് ഞാൻ ടെൻഷൻ കാരണം വിളിച്ച. എന്ത് പ്രശ്നം? അല്ല, അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി പോയതല്ലേ. അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ വീട്ടിലേക്ക് പോയോ? അങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടനില തരണം ചെയ്തു, അങ്ങനെ വേണം പറയാനായിട്ട്. ഓ അങ്ങനെയാണല്ലേ. എടാ നീ ഇന്ന് വരത്തില്ലേ? അതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഏട്ടാ. എടാ നീ ഒരു കാര്യം ചെയ്യണം. ഭയങ്കര ടെൻഷനാ സുഭാഷിന്. നീ വരുമ്പോൾ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. കാരണം ചിലപ്പോൾ അവളുടെ വീട്ടുകാർ പറയായിരിക്കും അച്ഛന് വയ്യാത്തല്ലേ ഇവിടെ നിൽക്കാനൊക്കെ. അവളും പറയായിരിക്കും അങ്ങനെ. അവൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ ചിലപ്പോൾ അവളുടെ മനസ്സ് മാറ്റിയെടുക്കും, അവളെ നിർബന്ധിക്കും, മോളെ ഇനിയിപ്പോൾ അവൻ്റെ കൂടൊപ്പം പോകണ്ടെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ നീ നോക്കണം കേട്ടോടാ. സുധീഷ് നല്ല സങ്കടമായി. ചേട്ടനൊന്നും ഒന്നും അറിയത്തില്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയണേ. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, നിനക്കറിയാലോ ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന്. അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് നീ വന്നില്ലെങ്കിൽ നാട്ടുകാർ അതും ഇതൊക്കെ പറയും. ഈ വീട്ടിന്റെ കാര്യം ഇങ്ങനെയാണ്, പെണ്ണുങ്ങൾ വാഴാത്ത വീടാ എന്നൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആശിച്ചു മോഹിച്ചൊരു പെൺകുട്ടി ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് വന്നിരിക്കുക. അവളെ അവിടെ നീ ഉപേക്ഷിച്ചിട്ട് പോരലടാ, കൊണ്ടുവരണം എന്നൊക്കെ പറയണം. ശരി ഏട്ടാ, എന്നാൽ ശരി ഞാൻ പറ്റിക്കാം, ഞാൻ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് കോള് കട്ട് ചെയ്തു. സുധീഷിന് ഭയങ്കര വിഷമായി. സുധീഷാണെങ്കിൽ നിധി അവിടെ ആക്കിയിട്ട് സുധീഷിന് പോകാൻ പോലും തോന്നിയില്ല. എങ്ങനെ ആക്കിയിട്ട് പോകും? അവൾ തന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞാലും പക്ഷെ തനിക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ലോ. ഈ സമയത്ത് വീട്ടിലേക്ക് നിധി ഇല്ലാതെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ 100 ചോദ്യങ്ങളുണ്ടാവും അയൽക്കാരുടെ വക. എല്ലാവർക്കും ചിരിക്കാനായിട്ടൊരു കാരണമാവും. അതുകൊണ്ട് സുധീഷ് പോവാനായിട്ട് തയ്യാറായില്ല. പിന്നീട് സുഭാഷും ഹരീഷും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നേ. ഭാസ്കരൻ വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും സുഭാഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ഹരീഷിനാണെങ്കിൽ പെട്ടെന്ന് മുറിയുണ്ടെന്നുള്ള സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരും. ആ സമയത്ത് ഹരീഷ് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ഭാസ്കരനോട് സംസാരിക്കണം. 1-2 പറഞ്ഞ് അവര് വഴക്കായി. അപ്പോഴേക്കും സുഭാഷ് ഹരീഷിനോട് പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കടാ, നീ എന്തിനാ വെറുതെ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുന്നേ? അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ. എന്നാലും ചേട്ടാ പറയുന്ന കേട്ടോ, ഓരോന്നൊക്കെ പറയുന്ന കേട്ടോ എനിക്ക് സഹിക്കുന്നില്ല. ആ സമയം ഭാസ്കരന്റെ പെങ്ങളങ്ങോട്ടേക്ക് വരുന്നേ. സുനന്ദയുടെ അമ്മ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നിട്ട് ചോദിച്ചു, ആഹാ ഇതെന്താ ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ ആകെപ്പാടെ ശോകമായിട്ടിരിക്കുന്നേ? ഓ പെണ്ണൊരുത്തി ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ, എന്നിട്ട് അവൾ എന്തിയെ? ഒറ്റ ദിവസം കൊണ്ട് അവൾ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോയോ? അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, ഓടിപ്പോയി. ഒരു കാര്യം ചെയ്യ, നീയേ അവൾക്ക് വേണ്ടിയിട്ട് വേറൊരു ചെറുക്കനെ അന്വേഷിക്കുക, എന്നിട്ട് കല്യാണം നടത്താൻ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ശരിക്കും സുനന്ദയുടെ അമ്മയൊന്ന് നാണം കിട്ടും. പിന്നീട് അവർ പറഞ്ഞു, അല്ലെങ്കിൽ ഈ കുടുംബത്തിലേക്ക് ആര് പെണ്ണ് തരാനായിട്ടാ? ഈ കുടുംബത്തിലേക്ക് ഏതെങ്കിലും പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ അവൾ സ്വസ്ഥത സമാധാനത്തിലൂടെ ജീവിക്കോ? ഒറ്റ ദിവസം നിൽക്കും, പിറ്റേ ദിവസം അവൾ ഓടിപ്പോന്ന് പറയണം. അത് കേട്ടപ്പം ഭാസ്കരന് ദേഷ്യം വന്നു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ്, നീ ഒരു കാര്യം ചെയ്യ, നിന്റെ മകളെത്തിയുണ്ടല്ലോ അവളെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറയണം. അത് കേട്ടപ്പം രൂക്ഷമായിട്ട് ഭാസ്കരനെ നോക്കി. പെങ്ങളും ആങ്ങളെയും തമ്മിലുള്ള വഴക്കാണ് അവിടെ നടക്കണേ. ആ സമയം സുഭാഷും സുധീഷും ഒന്നും വിട്ടിയില്ല. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, നിന്റെ ഒരു ഭർത്താവുണ്ടല്ലോ, അങ്ങേ എന്തിയേ? ഗൾഫിൽ പോയി ഒട്ടകത്തിനെ മേയ്ക്കുവാണല്ലോ. എന്നിട്ട് അവൾ ഇവിടെ വന്നു കിടന്ന് മറ്റുള്ളവരെ ഭരിക്കാനായിട്ട് വരുന്നു, നാണമില്ലാത്തവളെന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ വെറുതെ അങ്ങനെ പറഞ്ഞാണ്ടല്ലോ, പറഞ്ഞാ നീ എന്ത് ചെയ്യൂടി? നീ ഒന്നും ചെയ്യത്തില്ല. ആ സമയം സുനന്ദയുടെ അമ്മ പറഞ്ഞു, നിങ്ങളെ കൂടുതലൊന്നും കളിക്കണ്ട. ഇപ്പം ശരിക്കും നാണം കിട്ടാരാ, ഞാനാണോ നിങ്ങളാണോ? എവിടെയോ കടന്നൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു, ഇപ്പൊ പെണ്ണും പോയി. അല്ല നിങ്ങളുടെ മോൻ എന്തിയേ? നിങ്ങളുടെ മോനും ആ കൂടെ പോയോ? അതോ ഇനിയിപ്പോ അവൻ വേറെ എവിടെയെങ്കിലും പോയോ നാണക്കേടുകൊണ്ട്? അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സമയം കളിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അത് കണ്ടപ്പം സഹിച്ചില്ല ഭാസ്കരൻ, നല്ല ദേഷ്യമായി. ഭാസ്കരൻ പെട്ടെന്ന് സുഭാഷിനോട് ചോദിച്ചു, അല്ല സുധീഷ് ഇത് എവിടെ പോയതാന്ന് ചോദിക്കുക. സുധീഷ് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലോ? അത് നിധിയെ കൊണ്ട് പോയതാ. നിധിയുടെ അച്ഛന് വയ്യാത്തോണ്ട്. വയ്യാത്തോ? അവർക്കിത് എന്ത് പറ്റി ഇത്ര പെട്ടെന്ന്? അത് ആത്മഹത്യാ ശ്രമം നടത്തി എന്ന് പറയണം. ആഹാ അത് കൊള്ളാം, നല്ല ഫാമിലി. അച്ഛൻ മരിക്കാൻ വേണ്ടി ഒരുങ്ങി. എന്തായാലും കുഴപ്പമില്ല, അച്ഛൻ മരിച്ചാലും കുഴപ്പമില്ല. താൻ സ്നേഹിച്ച പുരുഷനോടൊപ്പം ഇറങ്ങി പോകുന്നു പറഞ്ഞുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്കും പോന്നു. നല്ല പെണ്ണ് എന്നൊക്കെ ഇങ്ങനെ ഭാസ്കരൻ പറയാണ്. ആ സമയം ഹരീഷ് പറഞ്ഞു, ദേച്ചാ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എപ്പോഴും സുധീഷിനെ. ഞാനെന്നെ ആരെ കുറ്റപ്പെടുത്തി? ഇപ്പൊ തന്നെ കണ്ടില്ലേ, പുറത്തിറങ്ങി നടന്നിട്ട് ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഹരീഷ്
ആ സമയം സുഭാഷിനോടും ശരിയാട്ടാ, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പുറത്തിറങ്ങി നടന്നു കഴിയുമ്പോഴത്തേനും ഇതിന്റെ അപ്പുറം ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മായി വന്ന് പറഞ്ഞിട്ട് പോയത്. അതിനപ്പുറം ഓരോ ആൾക്കാരിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നത്, അറിയാവുന്നവരും അറിയാത്തില്ലാത്തവരും ഒക്കെ ചോദിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് എന്തിയെ കാണുന്നില്ല എന്നൊക്കെ. ഇനിയിപ്പോ എല്ലാവർക്കും സമാധാനം പറയണമല്ലോ. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യണം. ഇനിയിപ്പോൾ അവരിവിടെ വന്നു കഴിയുമ്പോഴത്തേനും അവരുടെ കല്യാണം നടത്തണമെന്ന് പറയണം. ആ സമയം സുഭാഷ് പറഞ്ഞു, അവരുടെ കെട്ട് നടന്നല്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച്. എന്തിനാണ് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൻ കെട്ടിയത്? അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നല്ലോ, ഇവിടെ വെച്ച് കല്യാണം നടത്തി കൊടുക്കാമായിരുന്നല്ലോ. ഹരീഷ് പറഞ്ഞു, കൂട്ടിക്കൊണ്ട് വന്നാലും മതി. മര്യാദയില്ലാത്തൊരു വീട്ടിലേക്ക്, മര്യാദയില്ലാത്ത അച്ഛനും അങ്ങനെയുള്ള വീട്ടിലേക്ക് അവൻ കൂട്ടിക്കൊണ്ട് വരുമോ? ഓ, എനിക്ക് മര്യാദയില്ല, പക്ഷേ നിങ്ങൾക്ക് ചേട്ടനെയുമാർക്കൊക്കെ മര്യാദ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അതിനകത്ത് എന്തായിരുന്നു കാര്യം? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ പറയായിരുന്നു. എന്നാലും സാരമില്ല, നാട്ടുകാരുടെ വായ അടുപ്പിക്കാണ്ട് ഒരു കാര്യം ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് ഇവിടെ വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു ഫംഗ്ഷൻ നടത്തി അവരുടെ വിവാഹം ഒന്നുകൂടെ നടത്തണം. അങ്ങനെയാണെങ്കിൽ നാട്ടുകാർ പിന്നെ ഒന്നും മിണ്ടാൻ പോകുന്നില്ല. അല്ല, അവളിങ്ങോട്ടേക്ക് വരുമെന്ന് ഉറപ്പുണ്ടല്ലോ അല്ലേ സുഭാഷേ? വരുവച്ചാ സുധീഷിനൂടെ വരുമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അവരുടെ കല്യാണം വീണ്ടും നടത്താൻ നോക്കെന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, അത് കൊള്ളാം, നല്ലൊരു ഐഡിയ അല്ലേ? അത് നല്ലൊരു ഐഡിയ. ഇത്രയും കാലമായിട്ട് അച്ഛൻ്റെ ആവിന്ന് ഇത്ര നല്ലൊരു കാര്യം കേട്ടിട്ടില്ല. ആദ്യമായിട്ടൊരു നല്ല കാര്യം പറയണേ എന്ന് ഹരീഷ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് അതിഗംഭീരമായിട്ടൊരു വിവാഹമാക്കി നടത്താം. അങ്ങനെ വന്നാൽ പിന്നെ ആൾക്കാരൊക്കെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ലല്ലോ. സുഭാഷിനും തോന്നി അത് നല്ല കാര്യമാണ്. ആ സമയം നിധി ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നിധിയുടെ അടുത്തേക്ക് സാന്ദ്രയുടെ അമ്മ വന്നു. ഇതേ സാന്ദ്ര ഫോൺ വിളിക്കുന്നു പറയാണ്. അങ്ങനെ നിധി ഫോണും വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോഴേക്ക് സാന്ദ്രയുടെ അച്ഛൻ ചോദിച്ചു, അല്ല അവൾക്ക് ഇത് എന്താ അത്? എങ്ങാനും മരുമാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അരുൺ അറിഞ്ഞ അതോടുകൂടി തീർന്നു. എന്ത് ചെയ്യാനാന്ന് പറ. ഓരോരുത്തിമാരൊക്കെ ഓരോന്ന് കാണിച്ചു വെക്കും. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ നമ്മുടെ മോളുടെ ബന്ധം തകരുമെന്ന് എനിക്ക് പേടി. ആ സമയത്ത് നിധി ഫോൺ വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി. നിധി പറഞ്ഞു, പറ ചേച്ചി, എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യാം, നാളെ ഒരു 10 മണിയാകുമ്പത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? ഞാൻ വരാമെന്ന് പറയണം. അങ്ങനെയാണ് അച്ഛനെ കാണാം. ആ സമയത്ത് അരുണേട്ടന് ഓഫീസിലേക്ക് പോ, എന്തൊക്കെയോ പേപ്പറുകളൊക്കെ സൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അല്ലിപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛന് പ്രശ്നമില്ല, അച്ഛന് കുഴപ്പമില്ലാന്ന് ഞാൻ അറിഞ്ഞത്. നീ ധൈര്യമായിട്ടിരിക്കുക, അച്ഛനൊന്നും സംഭവിക്കില്ല. ചേച്ചി, എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം. അല്ല, നീ എന്തിനാ നിധി ഇങ്ങനെയൊക്കെ ചെയ്തേ? അതെ, ഞാനൊക്കെ നേരിട്ട് കാണും പറയാം. ഇപ്പം എനിക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. നാളെ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയാട്ടോ. പിന്നെ അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛനോട് മാപ്പ് ചോദിക്കണം. ഞാൻ അച്ഛനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ സംസാരിക്കണം. അപ്പോഴേക്കും സാന്ദ്രയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അമ്മ തൊട്ടിച്ച് ഫോൺ വിളിച്ച് കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. നിധി പറഞ്ഞു, ഇത് ഞാൻ അമ്മയുടെ കൊടുക്കാൻ സാന്ദ്രേച്ചെന്ന് പറഞ്ഞു ഫോണ് സാന്ദ്രയുടെ അമ്മയുടെയിലേക്ക് കൊടുത്തു. അങ്ങനെ അവർ ആ ഫോണും വിളിച്ചിട്ട് അങ്ങോട്ട് അകത്ത് കയറി പോയി കഴിഞ്ഞ സമയത്ത് നിധി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ടേക്ക് വരണേ. പിന്നീട് നിധി തിരിഞ്ഞു പോയി കഴിയുമ്പോഴത്തേന് സുധീഷ് അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നിധി അങ്ങോട്ട് ചെന്ന്, എന്താ സുധീഷേ, എന്തിനും ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ നീ എന്താ പോവാത്തെ? എനിക്ക് പോകാൻ തോന്നിയില്ല. അയ്യോ, എന്റെ ദൈവമേ, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും. അത് മാത്രമല്ല, നീ ഇവിടെ നിൽക്കുന്ന ആപത്താണ്. ഇനിയിപ്പോൾ എൻ്റെ ചേട്ടനെ ഏർപ്പാടേക്ക് വല്ല ഗുണ്ടകളും കണ്ടാൽ നിന്നെ അടിച്ച് ശരിയാക്കും. എന്തോ എനിക്ക് പോകാൻ തോന്നിയില്ല. നീ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഇതേ വിഷമിച്ചിട്ടൊന്നൊരു കാര്യമില്ല, അറിയാലോ. നാളെ എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടേ മതിയാവുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് നീ പേടിക്കണ്ട സുധീഷേ, നീ പോയിക്കോ. നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് കൂടുതൽ വലിയ പ്രശ്നമോ? സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സുധീഷ് പറഞ്ഞു, ശരി, ഞാൻ പോയിട്ടാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പം നിന്റെ ചേട്ടൻ്റെ ആൾക്കാർ വന്ന് നിന്നെ പിടിച്ചോണ്ട് പോവാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് മാത്രം ഞാൻ പുറത്ത്. അല്ല, ഇത്ര സമയം പുറത്തെന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ആ വണ്ടിയിൽ ഇരുന്ന് പറയണം. നിധി പറഞ്ഞു, വേണ്ട, അതൊക്കെ വലിയ ആപത്ത് തന്നെയാണ്, പെട്ടെന്ന് പോയിക്കോ. അത് മാത്രമല്ല, ഈ വീട്ടിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടത്തുമില്ല, സാന്ദ്രേച്ചിയുടെ വീട്ടുകാർക്ക്. എനിക്ക് ഏക ഒരു പ്രതീക്ഷ സാന്ദ്രേച്ചിയാണ് എൻ്റെ അച്ഛനെ കാണാന്നുള്ളത്. അപ്പം അതും കൂടെ ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞു. ഒടുവിൽ സുധീഷ് പറഞ്ഞു, ശരി എന്നും പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയം നിധി ചുറ്റും നോക്കിയിട്ട് നിധി അകത്തേക്ക് കയറി പോന്നു. ഇതേ സമയം ഭയങ്കര ചർച്ചയിലാണ് സുഭാഷും ഹരീഷും നികേഷും ഒക്കെ ചേർന്നിട്ട്. കാരണം ഭാസ്കരൻ പറഞ്ഞ നല്ലൊരു കാര്യം തന്നെയാണ്, എത്രയും പെട്ടെന്ന് എല്ലാവരുടെ വിവാഹം നടത്തണം. അല്ല, അങ്ങനെയാണെങ്കിൽ എന്ന് നടത്താനാണ് ചേട്ടാ തീരുമാനം? അതിപ്പോൾ എന്താ ചെയ്യുന്നത്? എങ്ങനെയാണെങ്കിലും നമുക്ക് നടത്തിയല്ലേ മതിയാവുള്ളൂ. ഒരുപക്ഷെ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും. വന്നു കഴിയുമ്പോൾ നമുക്ക് നടത്താമെന്ന് പറയണം. അപ്പോഴേക്കും ഭാസ്കരൻ ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഭാസ്കരൻ വന്നിട്ട് കയ്യിലിരുന്ന വീടിക്കുറ്റിയൊക്കെ അങ്ങ് നിലത്തേക്ക് ഇട്ട് ചവിട്ടി ഇറക്കിയോട്. അത് കണ്ടു കഴിഞ്ഞപ്പം ഒട്ടും സഹിച്ചില്ല ഹരീഷിന്. ഹരീഷ് പറഞ്ഞു, എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഇങ്ങനെ വീട് വലിച്ചിട്ട് അവിടെ ഒന്നും വിടലെന്ന്? പറഞ്ഞാൽ തലയിലേക്ക് കയറത്തില്ല. ആ സമയം സുഭാഷ് പറഞ്ഞു, അച്ഛാ, മുമ്പത്തെ പോലെ ഒന്നുമല്ല, ഒരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പൊ പിന്നെ അവൾക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യമല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല, ബാത്റൂമിൽ പോയിരുന്ന് വീട് വലിക്കലെന്ന് പറഞ്ഞ അച്ഛൻ എന്ത് ചെയ്താൽ അനുസരിക്കത്തുമില്ല. ആ സമയം ഭാസ്കരനൊന്നും മിണ്ടിയില്ല.
അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ഇനിയിപ്പം എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി അവർ വന്നു കഴിയുമ്പോൾ അവരുടെ വിവാഹം നമുക്ക് നടത്താമല്ലേ. അപ്പോഴേക്കും ഭാസ്കരൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അല്ല എപ്പം നടത്താനാ പ്ലാനിങ്, അവരെന്നാ വരണമെന്ന് ചോദിച്ചു. നാളെ വരും. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, നാളെ വൈകുന്നേരം അവരുടെ വിവാഹം നടത്തണമെന്ന് പറയണം. നാളെ വൈകുന്നേരമോ? ഹരീഷ് പറഞ്ഞു, ഇതൊക്കെ പറയും, ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ എവിടെയെങ്കിലും മദ്യം അടിച്ചിട്ട് കിടന്ന് ഉറങ്ങത്തുള്ളൂ. പക്ഷെ നമ്മൾ വേണം ഇതിന് പിന്നാലെ ഓടാനായിട്ട്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നാളെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ എത്ര ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നടത്തണ്ടേ, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്. എന്തിനാണോ ഓഡിറ്റോറിയം, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഭാസ്കരൻ പറഞ്ഞു. എൻ്റെ കല്യാണം നിന്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വല്യച്ഛൻ്റെ കല്യാണം എല്ലാം നടന്ന് ഇവിടെ വെച്ച ഈ മുറ്റത്ത് വെച്ച പന്തലിട്ട്, അപ്പം അതുപോലെ തന്നെ ഈ മുറ്റത്ത് വെച്ച് പന്തലിട്ടങ്ങ് നടത്തിയാൽ മതി. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പം ഓഡിറ്റോറിയം തപ്പിപ്പോണ്ട. നികേഷ് പറഞ്ഞു, കൊള്ളാലോ, മദ്യം അടിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ അച്ഛൻ ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയണു. നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ആ സമയം സുഭാഷ് പറഞ്ഞു, അത് നല്ലൊരു ഐഡിയ അല്ലേടാ ഹരീഷ് എന്ന് ചോദിക്കുക. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ഇവിടെ തന്നെ പന്ത്രണ്ടെല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷെ അത് പോരല്ലോ, ആൾക്കാരോടൊക്കെ പറയണ്ടേ, അയലൊക്കത്തുള്ളവരൊക്കെ പറയണ്ടേ. അത് ശരിയാ, കല്യാണക്കുറി ഒന്നും അടിക്കാതെ പിന്നെ അവരോട് പോയി എങ്ങനെയാ പറയണേ? വന്ന് ആഹാരം കഴിച്ചിട്ട് പോകാൻ പറയാൻ പറ്റുമോ? അല്ല, ആഹാരം നമ്മൾ കൊടുക്കണമല്ലോ. ആ സമയം നികേഷ് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, ബിസ്ക്കറ്റും ചായ എന്തെങ്കിലും കൊടുത്താലോ? ബിസ്ക്കറ്റും ചായയോ? അത് കൊള്ളാം. ബിസ്ക്കറ്റും ചായ എങ്ങനെയാടാ കൊടുക്കുന്നത്? വേറെ എന്തേലും കൊടുക്കണം. ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് പറയാം. ബിരിയാണിയോ? അതെ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? നാളെ അവർ വരുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അല്ലെങ്കിൽ നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഒഴിവില് നാളെ വരുമെന്നാ എനിക്ക് തോന്നണേന്ന് ഹരീഷും പറഞ്ഞു. വരാതിരിക്കാൻ പറ്റില്ലോ, നാളെ അവരുടെ അച്ഛനെ കണ്ടിട്ട് നാളെ ഇങ്ങോട്ടേക്ക് വൈകുന്നേരം വരുമായിരിക്കും. അല്ല, നമ്മൾ ആൾക്കാരെയൊക്കെ വിളിക്കണ്ടേ? എങ്ങനെ പോയി വിളിക്കും? ആൾക്കാരുടെ എന്തെന്ന് പറയും? ആ സമയം ഹരീഷ് പറഞ്ഞു, വന്ന് കഴിച്ചിട്ട് പോകാൻ പറയണം. എടാ, അങ്ങനെ പറയുന്നൊരു മര്യാദയല്ലോ. ഒരു കാര്യം ചെയ്യാം, സുഭാഷ് കല്യാണം കഴിച്ചു, ആൾക്കാരെ ആരോടും ഒന്നും പറയാനൊന്നും പറ്റില്ല, കല്യാണത്തിന് ക്ഷണിക്കാൻ പറ്റിയില്ല, പെട്ടെന്നുള്ള കല്യാണം വരുന്നു, അതുകൊണ്ട് റിസപ്ഷൻ നടത്തുന്നുണ്ട് വീട്ടിൽ വെച്ച്, അപ്പം നിങ്ങളൊക്കെ വരണം എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് വിളിച്ചാലോ? അത് കൊള്ളാം, സൂപ്പർ ഐഡിയ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഏട്ടാ, അപ്പൊ ബിരിയാണിയുടെ കാര്യം എന്ത് ചെയ്യും? ബിരിയാണി നമ്മുടെ വീടിൻ്റെ അടുത്ത് നന്നായിട്ടുണ്ടാക്കുന്ന ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടനോട് പറയാം എങ്ങനെയുണ്ട്, അത് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ അവർ പല ഐഡിയകളും മനസ്സിൽ കാണുവാണ്. കാരണം പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേനും കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്താം. അവർ വന്നു കഴിയുമ്പോഴത്തേനും ഒരു റിസപ്ഷൻ വെച്ച് വീണ്ടും ഒരു കല്യാണം തന്നെ നടത്തണം, നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട്. അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ തീരുമാനങ്ങൾ. പക്ഷെ ഇതൊന്നും നിധിയോ സുധീഷോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം രണ്ടുപേരും രണ്ടിടത്താണ്. ഇതോടുകൂടി സുധീഷും താനുള്ള ബന്ധം തീർന്നു എന്നൊരു ചിന്തയായിരുന്നു നിധിയുടെ മനസ്സിൽ. ഇനിയിപ്പം തനിക്ക് തന്റെ അച്ഛനെ കണ്ട് സങ്കടങ്ങളൊക്കെ പറയണം, താൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന്. അതറിഞ്ഞുമ്പോൾ അച്ഛൻ തന്നെ സ്വീകരിക്കും എന്നൊരു ചിന്ത മാത്രമേ നിധിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇതേ സമയം സുധീഷ് ആകപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം നടത്തില്ല. കാരണം രാത്രിയായി, നിധി അകത്തുണ്ട്. സുധീഷ് അങ്ങനെ ജീപ്പിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. ആ സമയത്ത് ജീപ്പിന്റെ ഓർഡർ വിളിക്കുകയാണ്. കൂട്ടുകാരെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ ഇതെവിടെയാ? ഞാനിവിടെ ഒക്കെ തന്നെയുണ്ട്. എടാ, ജീപ്പ് പിറ്റേ ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞ് നീ കൊണ്ടുപോയതല്ലേ? എന്റെ അച്ഛനാണ് എന്നെ ഭയങ്കര ചീത്തയാ, നീ പെട്ടെന്ന് ആ ജീപ്പ് കൊണ്ട് കൊണ്ടെത്താ. എടാ, ഇപ്പൊ എനിക്ക് പറ്റില്ല, എന്താണെങ്കിലും നാളെ ആട്ടെ. എടാ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എടാ, ഞാൻ വല്ലാത്തൊരു അവസ്ഥയെ പെട്ടിരിക്കുക, അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാകത്തില്ല. ഒരു സമാധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഞാൻ കൊണ്ട് തരുമെന്ന് പറഞ്ഞാൽ തരും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എടാ, അച്ഛൻ എന്നെ ചീത്ത പറയും, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടാ, നീ ഒന്ന് എങ്ങനെയല്ലോ നിന്റെ അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് സുധീഷ് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും അടുത്ത നികേഷിന്റെ കോള് വന്നു. നികേഷ് വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടൻ ഇത് എവിടെയാ? ഞാൻ ടൗണിലാ. ചേട്ടാ, നാളെ നിങ്ങൾ എപ്പോഴാ വരണേ? നാളെ രാവിലെ തന്നെ എത്തും, ഉറപ്പാണല്ലോ അല്ലേ? വരാം. അതെ, ചേട്ടനും ചേച്ചിക്കും വേണ്ടി ഞങ്ങൾ വലിയൊരു സർപ്രൈസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയണം. സർപ്രൈസ്? എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, അതൊക്കെ വരുമ്പോൾ അറിഞ്ഞാൽ മതി. നാളെ ഏടത്തിയമ്മേനും കൂട്ടി വരുമല്ലോ അല്ലേ? വരാടാന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് ഫോൺ വെക്ക്, എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് ദേഷ്യത്തോടു കൂടി കോള് കട്ട് ചെയ്തു. ദൈവമേ, അവരൊക്കെ നല്ല പ്രതീക്ഷയോടെ ഇരിക്കുന്നേ. കാരണം നാളെ താൻ അവിടെ കൂട്ടിക്കൊണ്ട് ചെല്ലുമെന്ന് ഓർത്തിട്ട്. ഇനിയിപ്പോൾ ചെന്നില്ലെങ്കിൽ എന്താവും? ഇപ്പം തന്നെ നാട്ടിൽ ഓരോരുത്തർ ഓരോന്നൊക്കെ പറയുക. കാരണം പെണ്ണ് വീട് വിട്ടു പോയെന്ന് പറയുന്നതെന്നൊക്കെ അതൊക്കെ നികേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് സുധീഷിന് ടെൻഷനായി. നാളെ താൻ തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. എല്ലാവരും കളിയാക്കും, കുടുംബത്തിൽ പെണ്ണ് വാഴത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് സുധീഷിന് തോന്നി. പിന്നീട് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം നിധി രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്ക് സാന്ദ്രയുടെ അമ്മ വന്നിട്ട് ചോദിച്ചു, അല്ല നിധി, നീ ഇത് എങ്ങോട്ടാ? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ, അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം, പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരത്തില്ല എന്ന് പറയണം. അപ്പോഴേക്ക് സാന്ദ്രയുടെ അമ്മ പറഞ്ഞു, നീ ചെന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാനായിട്ട് അച്ഛൻ തയ്യാറാകുമോ? ഇതേ സാന്ദ്രയുടെ അച്ഛൻ ചെന്ന് കഴിഞ്ഞപ്പം നിന്നെക്കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടണ്ടെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞേ.
നീ ചെന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല അരുൺ എങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് എന്റെ അച്ഛനെ കണ്ടേ മതിയാവുള്ളൂ. അപ്പോഴേക്കാണ് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അരുണും സാന്ദ്രയുടെ അച്ഛനും കൂടെ ഇങ്ങോട്ട് വരുന്നത്. നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുക. ആ സമയം സാന്ദ്രയുടെ അമ്മ ശരിക്കും പേടിച്ചുപോയി. ദൈവമേ എന്താ പറയണ്ടേ. പെട്ടെന്ന് പറഞ്ഞു അതെ ഇവിടെ വാതൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ കയറ്റി കിടത്തിയതാ. അമ്മേ ഇവളെ ഞാൻ വീട്ടിൽ പോലും കയറ്റാൻ നിർത്തുമായിരുന്നു. പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നേ. ആ സമയം നിധി പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ കാണണമെന്ന് പറയണം. അച്ഛനോ? ആരുടെ അച്ഛൻ? നിനക്ക് അങ്ങനെ ഒരു അച്ഛനൊന്നുമില്ല. കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയതല്ലേടി നീ. പിന്നെ നീ എന്തിനാ അച്ഛനെന്നും പറഞ്ഞു വരുന്നേ. എനിക്ക് എന്റെ അച്ഛനെ കാണാൻ സംസാരിക്കണം. നീ ആരോട് സംസാരിക്കണ്ട. അത് കേട്ടത് നിധി പറഞ്ഞു അത് ഏട്ടൻ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കണ്ടേ സംസാരിച്ചാൽ മതിയാവുള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാ എന്റെ ജീവിതം ഇങ്ങനെയാക്കി മാറ്റിയത്. നിങ്ങൾ എല്ലാത്തിനും കാരണം എന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറയാം. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വലിച്ച് ഗേറ്റിന് വെളിയിലേക്ക് കൊണ്ട് തള്ളുക. ആ സമയത്ത് ഗേറ്റിന്റെ അപ്പുറത്ത് മാറിയിട്ട് സുധീഷ് ജീപ്പ് ഇട്ടുകൊണ്ട് ജീപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സുധീഷ് ആ കാഴ്ച കാണുന്നത്. നിധിയെ കയ്യെ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്ന അരുണിനെ. ആ സമയം നിധിക്ക് ദേഷ്യം വന്നു. നിധി എന്ത് ചെയ്തു? എന്താ ചേട്ടാ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് അരുണിന്റെ കർണം തീർത്തൊന്ന് പൊട്ടിക്കുവാണ്. കാരണം സുധീഷിനെ കുറിച്ചും നിധിയെക്കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ അരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് സഹിക്ക വയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് നിധി അടിച്ചത്. ആ സമയം അരുൺ പറഞ്ഞു എനിക്ക് നിന്നെ അടിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടാണ് അല്ല നിന്റെ കർണം തീർത്തൊന്ന് പൊട്ടിക്കേണ്ടത്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. നിധി പറഞ്ഞു അടിച്ച ഞാൻ കൂടെ കൊല്ല സമാധാനം ആവട്ടെ. നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാ ആ ഫ്രോഡ് എടുത്തിട്ട് തലയിലേക്ക് എന്നെ കെട്ടിവെക്കാൻ നോക്കിയത്. എടി നീ കുറച്ച് ദിവസങ്ങളായി പറയുന്ന അവനെക്കുറിച്ച് കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ അവൻ സൈക്കോയാ, റിയൽ സൈക്കോ തന്നെ അവന്. അത് കേട്ടപ്പോൾ അരുണ് ദേഷ്യം വന്നു. നീ എന്താടി പറഞ്ഞേ? അതെ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ഞാൻ എത്ര വട്ടം നിങ്ങളോടൊക്കെ കെഞ്ചി പറഞ്ഞു ഈ കല്യാണം വേണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ അനുസരിച്ചോ? കടന്നു പോയിക്കണം. നിന്നെ അവിടെ കണ്ടുപോയേക്കല്ല. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടേ പോളൂ. അന്ന് നീ ഒന്ന് കാണുന്ന എനിക്ക് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് അരുണോടെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് സാന്ദ്രയുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു നീ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. പക്ഷെ നിധി പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും അരുണിന് ദേഷ്യം വന്നു. നിന്നോടല്ലടി പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പിടിച്ച് ഒറ്റ ഒരു തള്ളായിരുന്നു. ആ തള്ളി നേരെ വന്ന് വീണത് സുധീഷിന്റെ മേത്തേക്കാണ് നിധി. സുധീഷ് നിധിയെ ചേർത്ത് പിടിക്കുകയാണ്. അതൊട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അരുണ്. സുധീഷ് ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്ന്. സുധീഷ് പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണെന്നുള്ള കാര്യം നിധിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നിധിയെ അറിയണേ സുധീഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നുള്ള കാര്യം. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. നിധി സുധീഷിന്റെ കൂടെ പോവോ, അവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ കല്യാണം നടക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് പ്രമോയോട്ടോ. അതുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരവേ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.